ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഷഹീറ സെമീർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സറാറ സൂട്ടുമായിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞുള്ളൂ. അപ്പൊ കസ്റ്റമർ ഇപ്പൊ തന്നെ വരും, അതുകൊണ്ട് വേഗം തന്നെ വീഡിയോ എടുക്കുക കേട്ടോ. നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ്, നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. അപ്പൊ ഞാൻ ഈ സറാറ ചെയ്തിട്ടുള്ളത് നല്ലൊരു പ്ലീറ്റഡ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ. യോക്ക് കട്ടിങ് വന്നിട്ട് പ്ലീറ്റഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടും ബാക്കും ഇതുപോലെ തന്നെ പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തേക്കുന്നത് കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെ ഒരു അത്യാവശ്യം മണ്ണുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ ഈ പ്ലീറ്റ് ഇടുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് ബൾജ് ചെയ്ത് പൊങ്ങി നിൽക്കൂലേ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ ചെയ്തിട്ടുള്ളത്. നോക്കിയേ, ഫ്ലെയർ ആയിട്ടുള്ള അമ്പർല കട്ടിലാണ് ഇതിൽ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ടാണ് പ്ലീറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ബൾജ് ചെയ്ത് ഇങ്ങനെ നിൽക്കൂല, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ കൈ നോക്കി ഫുൾ സ്ലീവ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ മോഡലൊക്കെ ചെയ്യുമ്പോൾ ഈ ലൈനൊക്കെ വരുന്ന ഡിസൈനൊക്കെ ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് വരാൻ തന്നെ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഒരുവിധം നോർമലി തയ്ക്കാൻ അറിയാവുന്നവർക്കൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റിയൊരു മോഡലാണ് നോർമൽ പ്ലേറ്റഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് നല്ലൊരു ഫ്ലെയർ പലാസയാണ്. ഫ്ലെയർ പലാസയിൽ ഇത് ചെയ്തേക്കണം. നോക്കിയാൽ ഫ്രണ്ട് പടിയായിട്ടും അതുപോലെ തന്നെ ബാക്ക് എലാസ്റ്റിക്കും ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ബോട്ടത്തിന്റെ മെറ്റീരിയൽ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പൊ ഇത് ജോർജറ്റ് ആണല്ലോ, ജോർജറ്റ് മെറ്റീരിയൽ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ, പ്ലെയിൻ മെറ്റീരിയൽ. അപ്പൊ ഈ ജോർജറ്റില് 44 ഇഞ്ചിന്റെയാണ് ഇവർ എടുത്തിട്ട് വന്നിട്ടുള്ളത്. കസ്റ്റമർ കൊണ്ടുവന്ന മെറ്റീരിയൽ ആണ് കേട്ടോ, നമ്മൾ എടുത്തതല്ല, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ അവര് തന്നെ കൊണ്ടുവന്നതുമാണ് കേട്ടോ. അപ്പൊ ഇതില് ബാക്ക് പോർഷനിലായിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു പീസ് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയർ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇതുപോലെ തികയാണ്ട് വരുമ്പോൾ ഒരു സൈഡ് കയറി ആയിട്ട് വരും കോണാക്കി ഇടുമ്പോൾ. അപ്പം നമ്മളിങ്ങനെ ഒരു പീസ് അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്യാറ്. അത് വീതി കൂടിയ മെറ്റീരിയൽ, അതായത് 58 ഇഞ്ച് വിട്ട് 60 ഇഞ്ച് വിട്ടൊക്കെ ഉള്ള മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കട്ടിങ് വരൂല, ജോയിന്റ് വരാണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രണ്ടിൽ ആ ജോയിന്റ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. 44 ഇഞ്ച് വിട്ടാണെങ്കിൽ കണ്ടോ, ഫ്രണ്ടിലാണല്ലോ ഈ പടി വച്ചിട്ടുള്ളത്. ആ പടി വന്ന സൈഡിലല്ല നമ്മൾ ജോയിന്റ് ഇട്ടിരിക്കുന്നത്, ബാക്കിലാണ്. അപ്പൊ അധികം അറിയില്ലല്ലോ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ആ ജോയിന്റ് എടുത്തറിയും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ വലിച്ചു നീട്ടണില്ല. പിന്നെ ഇതിന്റെ കൂട്ടത്തില് ഒരു ഷോളുണ്ട്. ഷോളിൽ ഇതുപോലെ സിമ്പിളായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ലേസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 2.25 മീറ്ററാണ് ഷോളിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പക്ഷെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് അധികം വീതി വേണ്ട, വീതി ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുതച്ചിട്ട പോലെ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹിജാബ് ഷോളില്ലേ, ചുറ്റണ ഷോള്, ആ ഷോളിൻ്റെയൊക്കെ ഒരു വീതി മതി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു 28 ഇഞ്ചൊക്കെ വീതി മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് 2 സൈഡിലുമായിട്ട് ഈ ലേസ് കൊടുത്തിട്ടുള്ളത്. 4 സൈഡ് കൊടുത്തിട്ടില്ല കേട്ടോ. ഇപ്പൊ 4 സൈഡ് കൊടുക്കാറില്ല. 4 സൈഡ് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ പഴയൊരു മോഡല് ഫുള്ളായിട്ട് അമ്മമാർക്ക് ഇടുന്ന ഒരു സ്റ്റൈലിലേക്ക് പോകും. പിള്ളേർക്കൊക്കെ ഇപ്പം ഇഷ്ടം 2 സൈഡ് അല്ലെങ്കിൽ 1 സൈഡ് അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ പ്ലീറ്റഡ് ആയിട്ട് ചെയ്യണതിൻ്റെയൊക്കെ സിമ്പിളായിട്ട് ചെയ്യുന്ന മോഡലൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ മുന്നേ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കുറേ നാൾക്ക് മുന്നേ കേട്ടോ. അതിൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിന്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ കാണാൻ പറ്റും. അപ്പൊ അതിനകത്ത് പ്ലീറ്റഡ് ആയിട്ടുള്ള ഫ്രോക്ക് എന്നൊക്കെ പറഞ്ഞ് കാണാം, അല്ലെങ്കിൽ ടോപ്പ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. അതൊക്കെ എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണേന്നൊക്കെ മനസ്സിലാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതുപോലുള്ള സറാറയോ അല്ലെങ്കിൽ ഗൗണോ ഒക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പൊ നിങ്ങൾ മെറ്റീരിയൽ നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അതല്ല നമ്മൾ തന്നെ മെറ്റീരിയൽ എടുക്കേണ്ടി, ഇപ്പൊ ഈ മോഡൽ മെറ്റീരിയൽ, വർക്ക് മെറ്റീരിയൽ എന്നൊക്കെ പറയും നമ്മുടെ അടുത്ത് പറയുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറേ ഓർഡറുകൾ ഒരുമിച്ച് കിട്ടിയാലായിരിക്കും ബൾക്കായിട്ട് നമുക്ക് ആ മെറ്റീരിയൽ എടുക്കാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് ദിവസത്തെ ചിലപ്പോൾ ഡിലേ വരും. അതുകൊണ്ട് നിങ്ങൾ തന്നെ മെറ്റീരിയൽ എടുത്തിട്ട് ധൈര്യമായിട്ട് നമുക്ക് അയച്ചു തന്നോളൂ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തിരിച്ചയക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതുപോലുള്ള കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ.